ഹായ് നമസ്കാരം. എപ്പോഴെങ്കിലും ഒരു കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, ദൈവമേ, ഞാൻ അടയ്ക്കുന്ന ഈ ടാക്സ് പേസൊക്കെ എങ്ങോട്ടായി പോകുന്നതെന്ന്? ശരി, ഇന്ന് നമുക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരമൊന്ന് തേടിപ്പിടിക്കാം. അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം, അല്ലേ? ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. കോടികൾ മുടക്കി ടാർ ചെയ്തൊരു പുത്തൻ റോഡ് ഒറ്റ മഴയ്ക്ക് അലിഞ്ഞില്ലാതാവുന്നു. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരും. എന്താ ഇതിൻ്റെയൊക്കെ ഒരു ഗുട്ടൻസ്? ദാ ഇതൊന്ന് നോക്കി. ഒരു സൈഡില് 100 വർഷം മുൻപ് ബ്രിട്ടീഷുകാർ പണിത പാലങ്ങൾ ഇന്നും ഒരു കുഴപ്പവുമില്ലാതെ, ഒരു കുലുക്കവുമില്ലാതെ നിൽക്കുന്നു. ഇനി മറ്റേ സൈഡിലോ, ഏറ്റവും പുതിയ ടെക്നോളജി വെച്ച് നമ്മൾ പണിയുന്ന റോഡുകൾ മാസങ്ങൾ കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്നു. ഇതുവരെ നിർമ്മാണത്തിലൊരു പിഴവ് മാത്രമാണോ, അതോ പ്രശ്നം അതിലും വലുതാണോ? അപ്പോൾ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വളരെ ബേസിക്കായ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത്, ഈ റോഡൊക്കെ പണിയാനുള്ള പണം സർക്കാരിന് എവിടുന്നാ കിട്ടുന്നത്? ഇതാണ് നമ്മൾ എല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം. സർക്കാർ ഒരു റോഡ് പണിയുന്നുവെന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും മന്ത്രിയുടെയോ ഉദ്യോഗസ്ഥന്റെയോ പോക്കറ്റിൽ നിൽക്കുന്ന കാശല്ല. അത് നമ്മൾ, അതായത് നിങ്ങളും ഞാനും ഒക്കെ കൊടുക്കുന്ന പണമാണ്. ചുരുക്കി പറഞ്ഞാൽ സർക്കാരിന്റെ പണമെന്നൊന്നില്ല, അത് നമ്മുടെ പണമാണ്. ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങൾ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങുമ്പോൾ കൊടുക്കുന്ന GST, വണ്ടിയിൽ പെട്രോൾ അടിക്കുമ്പോൾ കൊടുക്കുന്ന സെസ്, ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന ഇൻകം ടാക്സ്, വണ്ടിക്ക് അടയ്ക്കുന്ന റോഡ് ടാക്സ്, ഇങ്ങനെ ഓരോ ചെറിയ കാര്യത്തിലും നമ്മൾ സർക്കാരിലേക്ക് പണം നൽകുന്നുണ്ട്. ഈ ചെറിയ തുള്ളികൾ ചേർന്നാണ് ഒരു വലിയ പുഴയുണ്ടാകുന്നത്. അപ്പോ ഈ ടാക്സുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് GST. ഈ പേര് കേൾക്കുമ്പോഴേ ചിലർക്കൊരു തലവേദനയാണ്. പക്ഷേ പേടിക്കേണ്ട, നമുക്കിത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. നമുക്ക് നേരെ നന്മപുരം എന്ന ഗ്രാമത്തിലേക്ക് പോകാം. അവിടുത്തെ നാണു ആശാൻ ഇതൊരു കഥ പോലെ പറഞ്ഞുതരും. നാണു ആശാൻ പറഞ്ഞത് എന്തൊരു സിമ്പിൾ കാര്യമാണല്ലേ. ഒരു കല്യാണ സദ്യയും ബഫയും. ശരിക്കും അതുപോലെ തന്നെയായിരുന്നു. GST വരുന്നതിന് മുമ്പ് ഒരു സാധനം ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ കയ്യിലെത്തുമ്പോഴേക്കും പല തവണ ടാക്സ് വീഴും. ആദ്യം കേന്ദ്ര സർക്കാർ ഒന്ന്, അതിൻ്റെ മുകളിൽ സംസ്ഥാന സർക്കാർ വേറൊന്ന്. ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. ഇതിനൊരു ടെക്നിക്കൽ പേരുണ്ട്, കാസ്കേഡിംഗ് എഫക്റ്റ്. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. ടാക്സിന്റെ മുകളിൽ വീണ്ടും ടാക്സ്, അത്രയുള്ളൂ. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? സാധനങ്ങൾക്ക് വെറുതെ വില കൂടും. GST വന്നതോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരമായി. അപ്പോ ആ കല്യാണ സദ്യയും ബഫയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ക്ലിയർ ആയില്ലേ? പണ്ട് പലയിടത്തും ടാക്സ് കൊടുക്കണമായിരുന്നു. ഇപ്പോ ഒറ്റ ടാക്സ്. ഒരു രാജ്യം ഒരു നികുതി എന്ന സിസ്റ്റം വന്നതോടെ കാര്യങ്ങൾ കുറച്ചുകൂടി സുതാര്യമായി. ശരി, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ GST പണം എങ്ങോട്ടാ പോകുന്നത്? നാണു ആശാൻ പറഞ്ഞതുപോലെ തന്നെ, നിങ്ങൾ 100 രൂപ GST അടയ്ക്കുന്നുവെന്ന് വെച്ചോ, അതിൽ നേരെ പകുതി, അതായത് 50 രൂപ കേന്ദ്ര സർക്കാരിന് പോകും. അതിനെയാണ് CGST എന്ന് പറയുന്നത്. ബാക്കി 50 രൂപ നമ്മുടെ സംസ്ഥാന സർക്കാരിന്, അതായത് കേരള സർക്കാരിന് കിട്ടും. അതാണ് SGST. നിങ്ങൾ കടയിൽ നിന്ന് കിട്ടുന്ന ബില്ലിൽ നോക്കിയാൽ ഈ CGSTയും SGSTയും കാണാൻ പറ്റും. ഇങ്ങനെ കൃത്യമായി പകുതി പകുതിയായി വീതിക്കുന്നതിന് ഒരു കാരണമുണ്ട് കേട്ടോ. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിനും അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾക്കും ഒരുപോലെ പണം എത്തണം. അതാണ് ഇതിന്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ GSTയെപ്പറ്റി നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കി. പക്ഷെ ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം, അല്ലേ? 1 കിലോ അരി വാങ്ങുന്ന സാധാരണക്കാരനും ഒരു ലക്ഷറി കാർ വാങ്ങുന്ന ആളും ഒരേ ടാക്സാണോ കൊടുക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ അത് ശരിയാണോ? ഒരിക്കലുമല്ല. അവിടെയാണ് GSTയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. അരി, പാൽ, പച്ചക്കറി ഇതുപോലുള്ള അത്യാവശ്യ സാധനങ്ങൾക്ക് 0% ടാക്സ്, അതായത് നികുതിയേയില്ല. പക്ഷേ ലക്ഷറി കാറുകൾ, AC ഇതുപോലുള്ള ആഡംബര വസ്തുക്കൾക്കോ ഏറ്റവും കൂടിയ 28% ടാക്സും കൊടുക്കണം. അപ്പോൾ അതൊരു സാമൂഹിക നീതിയാണല്ലേ? അപ്പോ ഇത്രയൊക്കെയായി. ഇനി നമുക്ക് തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചുവരാം. നമ്മളെല്ലാവരും കൃത്യമായി ടാക്സ് അടയ്ക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ റോഡുകളൊക്കെ ഇങ്ങനെ തകരുന്നത്? നമ്മുടെ പണം എവിടെയാണ് ലീക്കായി പോകുന്നത്? നമുക്ക് സ്ഥിരം കേൾക്കുന്ന ഒരു കഥ പറയാം. ഒരു റോഡ് പണിയാൻ സർക്കാർ 25 ലക്ഷം രൂപ അനുവദിക്കുന്നു എന്ന് കരുതുക. പണിയൊക്കെ കഴിഞ്ഞ് കണക്ക് നോക്കുമ്പോൾ ചെലവായത് 20 ലക്ഷം. അപ്പോൾ ആ ബാക്കി വന്ന 5 ലക്ഷം രൂപ എവിടെ പോയി? അതെ, ആ 5 ലക്ഷം രൂപ അത് നിങ്ങളുടെയും എന്റെയും പണമാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം. ഇതൊരൊറ്റ പ്രോജക്റ്റിലെ കാര്യമാണ്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആയിരക്കണക്കിന് പ്രോജക്റ്റുകളിൽ നിന്ന് എത്ര കോടികളായിരിക്കും ഇങ്ങനെ അപ്രത്യക്ഷമാകുന്നത്? ഇത് നമ്മുടെ പണത്തെ വിഴുങ്ങുന്ന ഒരു വലിയ കറുത്ത ഗർത്തം തന്നെയാണ്. ഇത് വെറും പൈസയുടെ മാത്രം ഒരു നഷ്ടമല്ല കേട്ടോ. ഓരോ തവണ ഒരു പുതിയ റോഡ് പൊളിയുമ്പോഴും ഒരു പാലത്തിന് ബലമില്ലാതാവുമ്പോഴും അവിടെ തകരുന്നത് സിമന്റും കമ്പിയും മാത്രമല്ല, നമ്മുടെയൊക്കെ വിശ്വാസമാണ്. നമ്മുടെ അധ്വാനത്തെയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. ശരി, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കണ്ട് മിണ്ടാതിരിക്കണോ? ഒരിക്കലുമില്ല. മാറ്റം നമ്മളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്.
ഒരു പൗരൻ എന്ന നിലയിൽ നമുക്കതിനുള്ള ശക്തിയും അധികാരവുമുണ്ട്. നമ്മുടെ കയ്യിൽ വളരെ സിമ്പിളായ പക്ഷെ ശക്തമായ 3 ആയുധങ്ങളുണ്ട്. ഒന്നാമത്തത്, എന്ത് സാധനം വാങ്ങിയാലും കൃത്യമായ GST ബില്ല് ചോദിച്ചു വാങ്ങുക. അപ്പോൾ ആ ടാക്സ് സർക്കാരിലേക്ക് എത്തുമെന്ന് ഉറപ്പാക്കാം. രണ്ടാമത്തത്, വിവരാവകാശ നിയമം, അതായത് RTI. ഇതുപയോഗിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രൊജക്റ്റിന്റെ മുഴുവൻ വിവരങ്ങളും നമുക്ക് ചോദിച്ചറിയാം. എത്ര രൂപയാണ് കരാർ, എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്, എത്ര കാലത്തെ ഗ്യാരണ്ടിയുണ്ട് എന്നൊക്കെ. മൂന്നാമതായി, നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഈ പണികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതെല്ലാം നിസ്സാരമായി കാണരുത്. അഴിമതിയുടെ വേരുറക്കാൻ ഇതൊക്കെ മതി. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനാധിപത്യമെന്ന് പറഞ്ഞാൽ 5 വർഷം കൂടുമ്പോൾ പോയി വോട്ട് ചെയ്യുന്നത് മാത്രമല്ല. അത് കഴിഞ്ഞാൽ നമ്മുടെ പണം എങ്ങനെയൊക്കെയാണ് ചെലവഴിക്കുന്നതെന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു തെറ്റ് കണ്ടാൽ അത് ചോദ്യം ചെയ്യണം. അങ്ങനെ എപ്പോഴും ജാഗരൂകരായിരിക്കുന്ന പൗരന്മാരാണ് ഒരു നല്ല നാടിനെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളൊരു പൊട്ടിപ്പൊളിഞ്ഞ റോഡ് കാണുമ്പോൾ വെറുതെ സർക്കാരിനെ കുറ്റം പറഞ്ഞു പോകാതെ മനസ്സിൽ ഈ ഒരു ചോദ്യം ചോദിക്കുക: എന്റെ നികുതി പണം എവിടെ? നമ്മൾ ഓരോരുത്തരും ഈ ചോദ്യം ഉറക്കെ ചോദിക്കാൻ തുടങ്ങുന്ന ദിവസം, അന്ന് ഇവിടെ മാറ്റങ്ങൾ വരും. അഴിമതിയില്ലാത്ത നല്ല റോഡുകളുള്ള ഒരു നാട് നമുക്ക് സാധ്യമാകും.